ദേശീയ മതേതര മുന്നണിയുടെ പ്രസ് മീറ്റിംഗ് ആണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ സംഘടനയുടെ ദേശീയ കമ്മിറ്റിയിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയും ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുകയും ചെയ്ത വിവരം ബഹുമാന്യരായ പൊതുജനങ്ങളെ അറിയിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ ഞാനൊന്ന് ആദ്യമായി പരിചയപ്പെടുത്താം. സംഘടനയുടെ ദേശീയ അധ്യക്ഷനാണ് AP ഇബ്രാഹിംകുട്ടി എന്ന് പറയുന്ന ഞാൻ. ഈ സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ ബിഷപ്പ് ബഹുമാന്യനായ സിമിയോൺ അവർകൾ. അതുപോലെ തന്നെ ഈ ദേശീയ മതേതര മുന്നണിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ഡോക്ടർ എസ് എ ബഷീർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ബഹുമാന്യനായ അഡ്വക്കേറ്റും ഡോക്ടറേറ്റും ഒക്കെയുള്ള നമ്മുടെ ബഹുമാന്യനായ സാബു ഫിലിപ്പ് അഡ്വക്കേറ്റ് അവർകൾ, അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനന്തപുരി ജയൻ, അതുപോലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോപിനാഥ് കണ്ണാടി എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുത്തിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ നമുക്ക് പറയുവാനുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്. ഒരു പുതിയ ജനവിധിയാണ് ഈ സംസ്ഥാനത്ത് ബഹുജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ മതേതര മുന്നണി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 2-3 ഡിമാൻഡും കൂടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിട്ട് 1 കോടി ഒപ്പ് ശേഖരിച്ച് ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കേരളത്തിൽ അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? മിനിമം 15,000 രൂപ 1 ഇന്ത്യ 1 പെൻഷൻ്റെ, അതായത് ഈ രാജ്യത്ത് അധ്വാനിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും ജോലിയുമില്ല, മറ്റ് അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ പ്രയാസത്തിലാണ്, വളരെ ദാരിദ്ര്യത്തിലാണ്. അപ്പം മിനിമം 15,000 രൂപ പെൻഷൻ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1 കോടി ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കേരളത്തിലെ ഗവർണർക്കും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കേന്ദ്ര ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് അത് നടപടി എടുക്കണം, അല്ലെങ്കിൽ ആ 15,000 രൂപ പെൻഷൻ ഏർപ്പെടുത്തി ഈ ജനങ്ങളെ ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, വീട്ടിൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, മക്കളെ പഠിപ്പിക്കുന്നതിന് നിവർത്തിയില്ലാതെ വലയുന്ന ആളുകൾ, അങ്ങനെ ആരോഗ്യ മേഖലയിൽ അവർക്ക് മെഡിസിന് പോലും നിത്യവൃത്തിക്ക് പോലും നിവർത്തിയില്ലാതെ കഴിയുന്ന ഈ ആളുകൾക്ക് 60 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട വൃദ്ധന്മാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മിനിമം 15,000 രൂപ പെൻഷൻ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ നടപടികൾ നീങ്ങുകയും എത്രയും പെട്ടെന്ന് അത് നടപടിയാക്കി പാവപ്പെട്ട ആളുകൾക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ അത് അവരുടെ പ്രയാസം മാറാൻ ഇത് ഉപകരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനോട്, ഈ പുതിയതായിട്ട് വരാൻ പോകുന്ന ഗവൺമെൻറ്റിനോട് ഞങ്ങൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന UDFൻ്റെ ഗവൺമെൻറ് ഇവിടെ കേരളത്തിലുണ്ടാകും, തർക്കമില്ല. ആ വരുന്ന ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ ഇടപെട്ടത് ഇരിക്കുന്ന ഈ കാര്യത്തിൽ പരിപൂർണമായിട്ടും കേരളത്തിൽ നിന്നും വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും അതിനനുകൂലമായിട്ട് അവർ നമ്മൾക്ക് വാക്ക് തരികയും ചെയ്തിരിക്കുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോഴേ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ പെന്തിക്കോസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടി കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഈ ബിഷപ്പ്. അദ്ദേഹത്തിൻ്റെ അവരുടെയും ഇതിനകത്ത് മതവും ജാതിയും ഒന്നും നമുക്കിഷ്ടമല്ല. ജാതിക്കും മതത്തിനും വർഗത്തിനും വർഗീയതയ്ക്കും തീവ്രവാദത്തിനും വിഘടനവാദത്തിനും അതീതമായിട്ടുള്ളൊരു ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സോളിഡാരിറ്റിയാണ് നമ്മുടെ ദേശീയ മതേതര മുന്നണി. ഇവന്തോ എങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നത് വോട്ടുകൾ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ലല്ലോ. അപ്പോൾ ആ വലിയ വിഭാഗത്തിൻ്റെ കൂടി വോട്ടുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഉണ്ടാകുന്നതിന് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം വളരെ വലുതാണ്. ജനങ്ങൾക്ക് എങ്ങും പാവപ്പെട്ടവർക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. വില നിലവാരം അതിഭയങ്കരമാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ മക്കൾക്ക് കല്യാണം എല്ലാം എങ്ങും നടക്കുന്നില്ല. അത്ര വലിയ കുതിച്ചുകയറ്റമാണ് സ്വർണ്ണത്തിന്. അതുകൊണ്ട് ഒരു 5 പവൻ്റെയോ ഒരു 4 പവൻ്റെയോ 10 പവൻ്റെയോ സ്വർണ്ണം എടുത്തൊരു പാവപ്പെട്ടവൻ്റെ മക്കളെ ഒരു പെൺകുഞ്ഞിനെ അയക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നില്ല. അതൊക്കെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഈ വിലക്കയറ്റം തീർച്ചയായിട്ടും കുറയ്ക്കണമെന്നും ഗ്യാസ് സിലിണ്ടറിൻ്റെ വിതരണത്തിൽ, പാചകവാതകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ വിതരണത്തിൽ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ പാക്കേജ് ഇതിനു വേണ്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകണം എന്നും കൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 ഡിമാൻഡാണ് പറഞ്ഞിട്ടുള്ളത്. അതവർ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം നിൽക്കുമെന്നും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ചെയ്തു തരാമെന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി. അതും കൂടെ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും 2 മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതൊന്ന് പാറശാലയാണ്, ഒരു മണ്ഡലം കോവളമാണ്. ഈ 2 മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ മത്സരത്തിന് യാതൊരു താക്കീതുമില്ല, മാറ്റവുമില്ല. ആ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും കൂടെ എന്നോടൊപ്പം ഇപ്പം ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ എത്തിയിട്ടുണ്ട്. പാറശാല മത്സരിക്കുന്ന സിമിയോൺ പാസ്റ്ററാണ്. അദ്ദേഹമാണ് ഈ ഇരിക്കുന്നത്. അദ്ദേഹമാണ് പെന്തിക്കോസ് മഹാസഭയുടെ ഐക്യവേദിയുടെ പ്രസിഡന്റ് കൂടാണ് അദ്ദേഹമാണ് പാറശാല മത്സരിക്കുന്നത്. പിന്നെ കോവളത്ത് മത്സരിക്കുന്നത് അഡ്വക്കേറ്റാണ്. PhD ഉണ്ട്, ഡോക്ടറേറ്റൊക്കെ ഉണ്ട്. അഡ്വക്കേറ്റ് ഫിലിപ്പ്, അതായത് സാബു ഫിലിപ്പ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഈ 2 മണ്ഡലം ഒഴിച്ച് കേരളത്തിലെ 138 മണ്ഡലങ്ങളിലും UDF പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന വിവരം കൂടി ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരെ അറിയിച്ചുകൊണ്ട്. എൻ്റെ പേര് LP സിമയോൻ. ഞാൻ പെന്തക്കോസ് ഡയോസസിൻ്റെ ഇന്ത്യയുടെ ബിഷപ്പാണ്. കേരള സ്റ്റേറ്റിനോടുള്ള ബന്ധത്തിൽ ലളിത് മുതൽ ബ്രാഹ്മൺസ് വരെ 60 ലക്ഷത്തിലധികം പേർ ഇന്ന് 140 മണ്ഡലങ്ങളിലായി നിലകൊള്ളുന്നു. 2016-ലും 2021-ലും ഞങ്ങൾക്ക് പലവിധമായ പീഡനങ്ങൾ നേരിട്ടതിൻ്റെ പിന്നിൽ LDF-ന് വേണ്ടി ഞങ്ങൾ അവർക്ക് പെന്തക്കോസിൻ്റെ 100 വോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ 70-നും 80-നും ഇടയ്ക്കുള്ള വോട്ടുകൾ ഈ 2016-ലും 2021-ലും നടന്നതിൻ്റെ പിന്നിൽ അവർ ഭരണത്തിൽ വരുവാനിടയായി. എന്നാൽ ആദ്യം 5 വർഷം അവിടെ ഭരണം നന്നായിരുന്നു. തുടർന്നുള്ള ഭരണനിലകളിൽ അവർ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭകളെ പൂട്ടുന്ന നിലകളിൽ കൂട്ടുനിൽക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു നിലപാടാണ് കാണുവാനിടയായത്. മാത്രവുമല്ല, പെന്തക്കോസ് സമൂഹത്തെ കണ്ണിൽ മുളവ് പൊടിയിടുന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു അനുമതി പോലും ഇല്ലാതെ ഈ ലളിത് മുതൽ ബ്രാഹ്മൺസ് വരെയുള്ളവരെ ജാതിയായി അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ഒരു ഇളക്ക് നടത്തുവാനിടയായി. ഇപ്പോൾ മറ്റൊരു പദ്ധതി കേട്ടിരിക്കുന്നു, പെന്തക്കോസുകാരെ അംഗീകരിച്ചു എന്ന്. അങ്ങനെ പെന്തക്കോസുകാരെ അംഗീകരിച്ചു എങ്കിൽ 5 പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന ഈ റവറൻഡ് LP സിമയോൻ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ ഇവരേതെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുത്തരിക്കണ്ടത്തൊരു പ്രവർത്തനം നടന്നു. അതിന് പോലും എന്നെ ക്ഷണിച്ചില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർ പറയുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ പെന്തക്കോസ് പ്രസ്ഥാനം തയ്യാറല്ല. പെന്തക്കോസ് പ്രസ്ഥാനത്തിന് ആവശ്യം ഒരു പാസ്റ്റേഴ്സ് സുവിശേഷം പ്രസംഗിക്കുന്നത് നിമിത്തം ജയിലിലാകരുത്. അവരെ ജാമ്യമെടുത്ത് അവരുടെ അന്നം കഴിക്കേണ്ട പൈസ കേസ് പറയാനായിട്ട് പോകരുത്.
ദാരിദ്ര്യ മേഖലയിൽ ജീവിക്കുന്ന ഒരു വലിയ സമൂഹമാണ് പെന്തക്കോസ്തുകാർ. ആ നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ ഇവരുടെ പ്രവണത ഇതായാൽ എവിടെ പോയി അവസാനിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് കേരള സംസ്ഥാനത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും നീതി ലഭിക്കണം, സമാധാനത്തോടെ ജീവിക്കണം, അവർക്ക് അന്നമുണ്ടാകണം, ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകണം, ശരിയായ നിലയിൽ ഡ്രസ്സ് ധരിക്കുവാനില്ലാത്തവർക്ക് അതുണ്ടാകണം. ഇവിടുത്തെ കോടീശ്വരന്മാർക്ക് മാത്രം പിന്തുണ കൊടുത്ത് അവരെ വളർത്തുന്ന നിലപാട് പറയുന്ന വ്യക്തികൾ തികച്ചും ഇവിടെ നിന്ന് ഭരണം വേണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. ആയതുകൊണ്ട് 40 ലക്ഷത്തോളം വരുന്ന പെന്തക്കോസ് കമ്മ്യൂണിറ്റി ആൾക്കാർ പാറശാല മണ്ഡലത്തിലുണ്ട്. നാടാർ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം 93,000 പേരുണ്ട്. അതായത് നാടാർ ഹിന്ദു, നാടാർ ക്രിസ്ത്യൻ, നാടാർ മുക്കുവാർ, ഈ നിലയിലുള്ള ഒരു വലിയ സമൂഹം അവിടെയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടെ ജനവിധി തേടുവാൻ നിന്നത്. ഞാൻ സഭകൾ സന്ദർശിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരെ വേറെ ചില വഴികളിൽ തിരിച്ച് അവർക്ക് വേണ്ടുന്ന നിലയിലുള്ള പല ഒത്താശകളും ചെയ്ത് ജനത്തെ മാറ്റിമറിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് കാണാൻ കഴിയുന്നത്. ഈ പ്രവണത നമ്മുടെ കേരളത്തിലുണ്ടാകരുത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പെന്തക്കോസ് കമ്മ്യൂണിറ്റിയോടാണ് എനിക്ക് പറയുവാനുള്ളത്. ലളിത മുതൽ ബ്രാഹ്മൺസ് വരെ ഈ പെന്തക്കോസുകാരില്ലാത്ത ഒരു മണ്ഡലം പോലും കേരളത്തിലില്ല. 140 മണ്ഡലങ്ങളിലും പെന്തക്കോസുകാരുണ്ട്. അതുകൊണ്ട് ഈ ചതി തിരിച്ചറിഞ്ഞ് UDF തുടർന്ന് കേരളം ഭരിക്കുന്ന ഭരണത്തിലേക്ക് വരണം എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശീയ മതേതര മുന്നണി, ഞാൻ അതിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അപ്പോൾ തന്നെ പാറശാലയിൽ മത്സരിക്കുന്ന വ്യക്തിയും കൂടെയാണ്. ആ നിലയിൽ എനിക്ക് ഈ സമയം ഓർപ്പിപ്പാനുള്ളത്, കഴിഞ്ഞ 2016-ലും 2021-ലും 100 വോട്ട് നടന്നപ്പോൾ 70-നും 80-നും ഇടയ്ക്കുള്ള വോട്ട് CPM-ന് കൊടുത്തു എങ്കിൽ ആ വോട്ട് ഈ സമയം UDF-ന് നൽകി ഒരു വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഭരണം UDF ഉറപ്പിച്ച് നല്ലൊരു ഭരണം കേരള സംസ്ഥാനത്തിൽ കാഴ്ചവെക്കണമെന്നുള്ള ഏക ആഗ്രഹം ദേശീയ മതേതര മുന്നണിക്ക് അല്ലെങ്കിൽ NSF-ന് ഉണ്ട് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.